ഇതിപ്പോൾ നമുക്ക് x is equal to 1 എന്നാണ് കിട്ടിയത്. x is equal to 1 എന്ന് കിട്ടുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് സെയിം ആയിട്ട് കിട്ടി. അറ്റ് ദ സെയിം ടൈം നമ്മൾ മുകളിൽ 1:1 എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ 1/4 എന്നാണ്. ഈ 70യുടെ കൂടെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ നമ്മൾ ഈ എക്സ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ റോങ് ആയിരിക്കും. സോ മോളിൽ ആരെയാണോ നമ്മൾ എഴുതിയേക്കണേ, അയാളുടെ ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് പുതിയ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി 80 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനീഷ്യൽ മിക്സറിൻ്റെ ക്വാണ്ടിറ്റി തരാതെ ന്യൂ മിക്സറിൻ്റെ പുതിയ എന്താ പറയുക സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് കറോസിൻ ആഡ് ചെയ്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റി 80 ലിറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അയാളുടെ കൂടെ നിങ്ങളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. നോക്കിക്കോളൂ. 1 + 1 2 ആണ്. 2 = 80 ലിറ്റർ. 1 = 40 ലിറ്റർ. 1 = എന്താണ്? 1 = 40 ലിറ്റർ ആണ്. ഓക്കെ, 1 = 40 ലിറ്റർ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 1/4 ആണ്. സോ 40/4 ചെയ്യുമ്പോൾ 10 ലിറ്റർ നമുക്ക് എന്ത് കിട്ടി? കറക്റ്റായ ആൻസർ കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞു ആരുടെ കൂടെയാണോ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്നത് അയാളെയാണ് മുകളിൽ എഴുതേണ്ടത്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുള്ളതെങ്കിൽ മുകളിൽ എഴുതേണ്ടത് ആരുടെ റേഷ്യോയാണ്? ഇനീഷ്യലി ഉണ്ടായിരുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം ഇനീഷ്യലി നിങ്ങൾ ആദ്യം ആരെയാണോ എഴുതുന്നത് അയാളുടെ ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ആണ് തന്നെ. സോ നമ്മൾ 3:4 ആദ്യം എഴുതും, രണ്ടാമത് 1:1 എഴുതും, അതിനനുസരിച്ച് സോൾവ് ചെയ്ത് വരും. ഇൻ കേസ് നിങ്ങൾക്ക് ന്യൂ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി ആണ് തന്നതെങ്കിൽ ന്യൂ മിക്സ്ചറിലെ റേഷ്യോ നമ്മൾ ആദ്യം എഴുതും, പിന്നെ ആദ്യത്തെ ആൾ രണ്ടാമത് എഴുതിയിട്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ മെത്തേഡ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് സ്മോൾ പോയിൻറ്റ്സ്. ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും. ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ വാല്യൂ ആണ്, ഇനീഷ്യൽ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി ആണ് തന്നെ. മുകളിൽ ഒരാൾ 1 കുഞ്ഞു കാര്യങ്ങൾ അറിയാത്ത ആൾ 1:1 എഴുതി, താഴത്ത് 3:4 എഴുതി, എന്നിട്ട് 1:1 കൂടെ ആ 70 അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് അയാൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹീൽ ഗെറ്റ് റോങ് ആൻസർ. അതിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും.